ഓം ഗം ഗണപതി നമ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി, ഹേ നാഥ നാരായണ വാസുദേവ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. മധുരം സുഹൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സതീർത്ഥ്യനായ കുചേലൻ ദ്വാരകയിൽ ഭഗവാനെ ദർശിച്ച ദിവസം. കുചേലന്റെ യഥാർത്ഥ നാമം സുധാമാവെന്നാണ്. സുധാമൻ. കുചേലൻ എന്ന വാക്കിന്റെ അർത്ഥം കുചേലൻ, കീറിയ ചേല ധരിച്ചവൻ, കീറിയ വസ്ത്രം ധരിച്ചവൻ എന്നാണ്. അതുകൊണ്ട് നമുക്കിവിടെ സുധാമൻ എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉറ്റമിത്രമായിട്ടും സുധാമന് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്? എത്ര കാലമെടുത്തു അദ്ദേഹത്തിന് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട്? എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതുമാത്രമല്ല, ദ്വാരകയിൽ വെച്ച് ഭഗവാനുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയിൽ ഭഗവാൻ സുധാമന്റെ കയ്യിൽ നിന്നും അവിൽക്കിഴി തട്ടിപ്പറിച്ച് കഴിക്കുന്നുണ്ട് അല്ലേ? ആ സമയത്ത് ആ അവസാനത്തെ പിടി കഴിക്കുമ്പോൾ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അംശമായ രുക്മിണി ദേവി അത് തടയുന്നുണ്ട്. മാത്രമല്ല, ഭഗവാൻ അത് അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് കഥയിലേക്ക് പോകാം. അവന്തി ദേശത്തെ സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിലേക്ക് പോകാം. അവിടെ നമുക്ക് കാണാം ഭഗവാൻ ശ്രീകൃഷ്ണനും സുധാമനും ഉറ്റ ചങ്ങാതിമാരാണ്. രാജകുമാരനെന്നോ ദരിദ്ര ബ്രാഹ്മണനെന്നോ എന്ന യാതൊരു ഭേദഭാവവുമില്ല. ഗുരുസേവയും വേദപഠനവും അനുഷ്ഠിച്ച ആ ദിവസങ്ങൾ എത്ര മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഭഗവാന്റേതെന്ന് അറിയുമോ? ഇരുവരുടെയും ആത്മബന്ധം എങ്ങനെ സുദൃഢമായി പോകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പ്രഭാതത്തിൽ സാന്ദീപനി മഹർഷി ഗുരുപത്നിയോട് പറഞ്ഞു, ഇന്ന് ശിഷ്യന്മാർ കാട്ടിൽ പോയി വിറക് ശേഖരിക്കണം. അപ്പോൾ ഗുരുകുല പഠനകാലം നമുക്കറിയാം അല്ലേ? ഗുരുവിനും പത്നിക്കും വേണ്ടുന്ന എല്ലാ സേവനങ്ങളും ചെയ്തു വേണം ആ ഗുരുമുഖത്ത് നിന്ന് പാഠങ്ങൾ പഠിക്കുവാൻ. അന്നത്തെ ദിവസത്തെ സേവനം ഭഗവാൻ ശ്രീകൃഷ്ണനും സുധാമനുമായിരുന്നു. ഗുരുപത്നി സ്നേഹത്തോടെ ശ്രീകൃഷ്ണനെയും സുധാമനെയും വിളിച്ചു, മക്കളെ, ഇന്ന് നിങ്ങൾ കാട്ടിൽ പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവരണം. വിറകൊക്കെ തീർന്നിരിക്കുന്നു. കൃഷ്ണനും സുധാമനും സന്തോഷമായി. നമ്മുടെ ഭഗവാന്റെ സന്തോഷം ഗുരുവിനെയും ഗുരുപത്നിയെയും സേവിക്കാൻ കിട്ടുന്ന ഒരവസരവും അദ്ദേഹം പാഴാക്കാറില്ല. അതായിരുന്നു ഭഗവാന്റെ സന്തോഷം. സുധാമന്റെ സന്തോഷം എന്തായിരുന്നു? സുധാമന് അത്രയും സമയം കൂടി കൃഷ്ണനോട് ചെലവഴിക്കാമല്ലോ. അപ്പോൾ സുധാമന് നേരത്തെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കൃഷ്ണന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. അമ്പാടിയിലെയും ഗോകുലത്തിലെയും വൃന്ദാവനത്തിലെയും മധുരയിലെയൊക്കെ വിശേഷങ്ങൾ സുധാമന്റെ കാതുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുധാമൻ അത്യധിക സന്തോഷം, ഭഗവാനോടൊപ്പം അത്ര സമയം കൂടി ചിലവഴിക്കാമല്ലോ. ദീർഘയാത്രയും കഠിനാധ്വാനവും വേണ്ടിവരുമെന്നറിഞ്ഞതിനാൽ ഗുരുപത്നി അവർക്ക് യാത്രാമധ്യേ കഴിക്കാനായിട്ട് സ്വന്തം കൈകൊണ്ട് അവിലുണ്ടാക്കി. അതായത് ഇടിച്ചെടുത്ത ഉണക്കലരി, അതിൽ അല്പം ശർക്കരയും തേങ്ങയും ചേർത്ത് ഒരു തുണിയിൽ കിഴികെട്ടി അത് സുധാമന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സുധാമ, ഇത് കൃഷ്ണനും കൂടി ഉള്ളതാണ്. വിശക്കുമ്പോൾ ഇത് പങ്കിട്ട് കഴിച്ചോളൂ. അതൊരു സാധാരണ ഭക്ഷണമായി തോന്നിയേക്കാം നമുക്ക്. പക്ഷേ പുരാണ ദൃഷ്ടിയിൽ അത് മാതൃസ്നേഹത്തിന്റെ ദൈവീക ദാനമായിരുന്നു. പിന്നീട് ദ്വാരകയിൽ
അവിൽ മഹത്വം നേടുന്നതിനുള്ള ആദ്യ സൂചനയും ഇതായിരുന്നു. അങ്ങനെ കൃഷ്ണനും സുധാമനും സന്തോഷത്തോടെ കാട്ടിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ അവർ ഗുരുകുലത്തിലെ പഠനങ്ങളും ബാല്യസ്മരണകളും ധർമ്മങ്ങളും ആത്മീയതയെ പറ്റിയും ഒക്കെ സംസാരിച്ചു. കൃഷ്ണന്റെ മുഖത്ത് എപ്പോഴും പ്രകാശവും ശാന്തിയും കാണപ്പെട്ടു. സുധാമൻ ആ ദിവ്യ സാന്നിധ്യത്തിൽ സ്വയം മറന്നു നടന്നു. കാട്ടിലെത്തിയ അവർ വിറക് ശേഖരിക്കാൻ തുടങ്ങി. ഉണങ്ങിയ കൊമ്പുകളും ശാഖകളും കൂട്ടിച്ചേർത്ത് ചുമലിലേറ്റി. പെട്ടെന്ന് ആകാശം ഇരുണ്ടു. കനത്ത മഴയും ശക്തമായ കാറ്റും ഇടിമിന്നലുകൾ കാടിനെ ഭീതിയിലാഴ്ത്തി. വഴികൾ മങ്ങിയതോടെ അവർക്ക് ദിശയും തെറ്റി. സുധാമൻ ഭയപ്പെട്ടു. കൃഷ്ണ, നമുക്ക് വഴി തെറ്റിയെന്ന് തോന്നുന്നു. കൃഷ്ണൻ ശാന്തമായി പറഞ്ഞു. ഭയപ്പെടാത്ത സുഹൃത്തെ, ഈ പരീക്ഷയും ഗുരുസേവയുടെ ഭാഗമാണ്. അവർ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ അഭയം തേടി. മഴയിൽ വിറച്ച് വിശപ്പോടെ തണുപ്പിൽ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. മഴ അല്പം ശമിച്ചപ്പോൾ ഗുരുഭക്തി നൽകിയ അവിൽക്കെട്ട് സുധാമൻ തുറന്നു. നനഞ്ഞിരിക്കുന്നതിനാൽ കുറച്ചധികം അവിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ശേഷിച്ച അവിൽ നിന്നും വിശപ്പ് കാരണം സുധാമൻ കൃഷ്ണനെ മറന്ന് ഒരു പിടി അവിൽ എടുത്ത് കഴിച്ചു. വിശപ്പ് കഴിച്ചപ്പോൾ വിശപ്പ് കൂടി വന്നപ്പോൾ സുധാമൻ വീണ്ടും അവില് കഴിക്കാൻ തുടങ്ങി. അപ്പോഴും അത് കൃഷ്ണനും കൂടി ഉള്ള അവിലാണെന്നുള്ള കാര്യം സുധാമൻ ബോധപൂർവം മറന്നു. താമസിയാതെ നമ്മുടെ ഭഗവാന്റെ ശരീരം തണുപ്പിൽ വിറയ്ക്കാൻ തുടങ്ങി. വിശപ്പ് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കഠിനമായി വന്നു. ഭഗവാൻ സ്നേഹത്തോടു കൂടി സുഹൃത്തിനെ നോക്കി ചോദിച്ചു, സുധാമ, അമ്മ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും തന്നു വിട്ടിട്ടുണ്ടായിരുന്നോ? ഈ ചോദ്യം കേട്ട മാത്രയിൽ സുധാമന്റെ മനസ്സ് വിറയ്ക്കാൻ തുടങ്ങി. കൈവശമുണ്ടായിരുന്ന അവിൽ അവൻ ഇതിനകം മുഴുവൻ കഴിച്ചിരിക്കുന്നു. വിശപ്പിന്റെ തീഷ്ണതയിൽ ഭഗവാന് വിശപ്പുണ്ടാകില്ല എന്ന അബാലബോധത്തിൽ അവനത് കൃഷ്ണനുമായി പങ്കിടാതെ മുഴുവൻ കഴിച്ചിരിക്കുന്നു. കൂടാതെ തന്റെ വിശപ്പ് നിയന്ത്രിക്കാനും പറ്റിയില്ല. എന്തു തന്നെയായാലും ലജ്ജയും ഭയവും ചേർന്ന് അവന്റെ ശബ്ദം അടഞ്ഞു. ഒടുവിൽ അവനിങ്ങനെ പറഞ്ഞു, കൃഷ്ണ, ഈ ഒന്നുമില്ല, അമ്മ ഒന്നും തന്നിട്ടില്ല എന്ന് സുധാമൻ കള്ളം പറയുകയാണ്. കൃഷ്ണൻ എല്ലാം അറിയുന്നുണ്ട്. ഭഗവാന് എന്താണ് അറിയാൻ സാധിക്കാത്തത്? എന്നിട്ടും ഒന്നും അറിയാത്ത മാതിരി ഭഗവാൻ ഇങ്ങനെ നടിക്കുകയാണ്. അതുകൊണ്ട് കുറ്റപ്പെടുത്തുകയോ പരിഭവം പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ സദാ നിറഞ്ഞു നിൽക്കുന്ന ആ പുഞ്ചിരിയോടുകൂടി സുഹൃത്തിനരികിൽ ഇരുന്ന് അവനെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ആ രാത്രി മുഴുവൻ കൃഷ്ണൻ വിശപ്പോടെ പക്ഷേ സ്നേഹത്തിൽ തൃപ്തനായി തന്റെ സുഹൃത്തിനെയും ചേർത്ത് പിടിച്ച് മരത്തിലിരുന്നു. ഈ സമയത്ത് സുധാമന്റെ ഹൃദയം ഇങ്ങനെ പിടയുകയാണ്. താൻ തന്റെ ഉറ്റമിത്രത്തിനോട്, ആത്മസുഹൃത്തിനോട്, അല്ല, അത് ഭഗവാൻ തന്നെയാണ്, അദ്ദേഹത്തിനോട് തെറ്റ് ചെയ്തിരിക്കുന്നു, താൻ കള്ളം പറഞ്ഞിരിക്കുന്നു എന്ന ആ ഒരു ദുഃഖം താങ്ങാനാകാതെ സുധാമന്റെ കണ്ണുകൾ ഏറെ നനഞ്ഞു. അത് ആ കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഭഗവാൻ അത് കാണാതിരിക്കാനായിട്ട് സുധാമൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ രാത്രി മുഴുവൻ ആ ഹൃദയം തകർന്ന് സുധാമൻ ഭഗവാനോടൊപ്പം ഇങ്ങനെ ഭഗവാനോട് ചേർന്നിരുന്നു. പ്രഭാതം അടുക്കാറായപ്പോഴേക്കും മഴ ശമിച്ചു. അപ്പോഴേക്കും സാന്ദീപന മഹർഷിയും ഗുരുകുലത്തിലെ മറ്റു കുട്ടികളും കൂടി കൃഷ്ണനെയും സുധാമനെയും അന്വേഷിച്ചു അവരുടെ അടുത്തെത്തി. അങ്ങനെ അവർ ഗുരുകുലത്തിലേക്ക് തിരിച്ചു. അവരെ കണ്ട് ഗുരുപത്നി ആശ്വാസത്തോടുകൂടി ഓടിച്ചെന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു. ആ അമ്മയ്ക്ക് എല്ലാ കുട്ടികളെയും ഇഷ്ടമാണെങ്കിലും കൃഷ്ണനോട് വാത്സല്യം കുറച്ചധികം ഉണ്ടായിരുന്നു. കൃഷ്ണ, രാത്രി നീ ഭയന്നോ മോനെ? ഞാൻ തന്നുവിട്ട അവൽ നീ കഴിച്ചോ? നിനക്ക് വിശക്കുന്നുണ്ടായിരുന്നോ? എന്ന് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആ
അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്, ആ സ്നേഹവാത്സല്യത്തോടു കൂടി ചോദിക്കുകയാണ്. ഇല്ലമ്മേ, ഞങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഭഗവാൻ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ ഗുരുപത്നിയുടെ മുഖഭാവം മാറി. അവർക്ക് കാര്യം മനസ്സിലായി. അവർ സുധാമനെ നോക്കി ചോദിച്ചു, സുധാമ, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് കഴിക്കാനായി അവൾ തന്നു വിട്ടില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അത് കൃഷ്ണന്റെ കൂടി പങ്കാണെന്ന്? എന്നിട്ട് നീ അത് മുഴുവൻ കഴിച്ചോ എന്ന് ചോദിച്ച് കുറ്റപ്പെടുത്തുകയാണ്. കുറ്റപ്പെടുത്തുന്നതോടൊപ്പം ആ അമ്മയ്ക്ക് ദുഃഖവും കോപവും അടക്കാനാകാത്ത രീതിയിൽ ആ അമ്മ ഇങ്ങനെ പറയുകയാണ്, മകനെ, വിശപ്പ് എന്തെന്ന്, എത്ര വലിയ വേദനയാണെന്ന് നീ ഒരു നാൾ ജീവിതത്തിൽ തിരിച്ചറിയും. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ഇത് ക്രോധത്തിൽ നിന്നുള്ള ശാപമല്ല, മാതൃഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു വേദനാഭാവമായിരുന്നു. ഇതിനുള്ളിലെ തത്വം നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ ഈ കഥ കേട്ടതിന്റെ ഫലം നമുക്ക് ലഭിക്കും. വെറുതെ കഥ കേട്ടു പോകരുത്. ഓരോ കഥയ്ക്ക് പിന്നിലും ഓരോ തത്വങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. അതിൽ നിറഞ്ഞിരിക്കുന്ന ഒരു തേന്, ഒരു അമൃതുണ്ട്. അതിന്റെ ആ തത്വം നമ്മൾ ഗ്രഹിച്ചാലേ അതിനുള്ളിലിരിക്കുന്ന ആ തേനെ, ആ അമൃതിനെ നമ്മൾക്ക് നുകരാൻ സാധിക്കൂ. എങ്കിൽ മാത്രമേ അത് കേട്ടത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഫലമുണ്ടാവുകയുള്ളൂ. ഈ കഥയുടെ ആന്തരിക തത്വം ഇത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്ന ഒരു ആത്മീയ ഉപമയാണ്. ഗുരുപത്നി നൽകിയ അവിൽ ഗുരുവിന്റെ കൃപയുടെ പ്രതീകമാണ്. ഗുരുവിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം വ്യക്തിപരമായ സ്വത്തല്ല, പങ്കുവെക്കലിന്റെ പ്രസാദമാണ്. സുധാമൻ അവിൽ തനിയെ കഴിച്ചതായി പറയപ്പെടുന്നത് സ്വാർത്ഥതയുടെ കഥയല്ല, ഭഗവാനെ മനുഷ്യ വിശപ്പിൽ നിന്നും വേർതിരിച്ച അജ്ഞാനബോധത്തിന്റെ സൂചനയാണ്. ഭഗവാൻ മനുഷ്യനായി അവതരിച്ചിട്ടും ആ ഭഗവാനെ മനുഷ്യനായി കാണാൻ കഴിയാത്തിടത്താണ് അജ്ഞാനം ആരംഭിക്കുന്നത്. കൃഷ്ണൻ എല്ലാം അറിഞ്ഞിട്ടും ചോദ്യം ചെയ്യാതിരുന്നത് കൃപയുടെ ആ പരമാവധി ആണ്. ഭഗവാൻ ഭക്തന്റെ തെറ്റുകൾ ആദ്യം കാണുന്നതേയില്ല, അവന്റെ ഹൃദയമാണ് കാണുന്നത്. എന്നാൽ പിറ്റേന്ന് ഗുരുപത്നിയുടെ ചോദ്യം ഉയരുമ്പോൾ കൃഷ്ണൻ സത്യം മറച്ചു വയ്ക്കുന്നില്ല. അതിന്റെ കാരണം ഇതിലൂടെ ധർമ്മം ഭഗവാനേക്കാൾ മുമ്പുള്ള സത്യസിദ്ധാന്തത്തെ വ്യക്തമാക്കുകയാണ്. നീ വിശപ്പിന്റെ വില മനസ്സിലാക്കും എന്ന ഗുരുപത്നിയുടെ വാക്കുകൾ ശാപമല്ല, കർമ്മഫലബോധമാണ്. മറ്റൊരാളുടെ വിശപ്പിനെ അവഗണിച്ചാൽ ജീവിതം തന്നെ അതിന്റെ അർത്ഥം പഠിപ്പിക്കും എന്ന ധർമ്മസത്യം ഇവിടെ വെളിപ്പെടുന്നു. സുധാമന്റെ ദാരിദ്ര്യം ശിക്ഷയല്ല, ഭക്തിയെ ശുദ്ധീകരിക്കുന്ന ആത്മീയ പരിശീലനമാണ്. ദാരിദ്ര്യത്തിനിടയിലും സുധാമൻ ഭഗവാനെ കുറ്റപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് അവൻ ദ്വാരകയിൽ സമ്പർക്കത്തിന് അർഹനായത്. ഗുരുകുലത്തിൽ അപൂർണമായിരുന്ന ആ സമർപ്പണം ദ്വാരകയിൽ പൂർണ്ണം പ്രാപിക്കുന്നു. അതേ അവിൽ ഭഗവാൻ തന്നെ ചോദിച്ച് സ്വീകരിക്കുന്നത് ശിക്ഷയല്ല, ലക്ഷ്യമെന്ന് സൂചിപ്പിക്കുന്നു. ഈ കഥയുടെ അന്തിമ തത്വം ഇതാണ്. ഭഗവാൻ ഭക്തനെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നതേയില്ല, അവനെ ബോധോദയത്തിലേക്ക് നയിക്കാൻ കാത്തിരിക്കുന്നു. വിശപ്പിന്റെ വില പഠിപ്പിച്ച ദാരിദ്ര്യം ഒടുവിൽ ലോകം ആരാധിക്കുന്ന സമ്പൂർണ്ണ ഭക്തിയായി മാറുന്നു. അതുകൊണ്ട് കൃഷ്ണ സുധാമൻ കഥ ദാരിദ്ര്യത്തിന്റെ കഥയല്ല, ദൈവകൃപയുടെ ദാർശനിക പ്രഖ്യാനമാണ്. നമുക്കിനി ദ്വാരകയിലേക്ക് മടങ്ങാം. ദ്വാരകയിലെ ഒരു സായന്തന സമയം. യുഗേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ധർമ്മപത്നിയായ രുക്മിണീ ദേവിയോടൊപ്പം രാജമന്ദിരത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ഒരു കാവൽക്കാരൻ വന്നറിയിച്ചു, ഭഗവാനെ, അങ്ങേ ദർശിക്കാനായി ഒരു ദരിദ്ര ബ്രാഹ്മണൻ പുറത്ത് കാത്തു നിൽക്കുന്നു. ഈ ദരിദ്ര ബ്രാഹ്മണൻ എന്ന വാക്ക് കേട്ട മാത്രയിൽ തന്നെ കൃഷ്ണൻ ചാടി എഴുന്നേറ്റു. ഭഗവാന്
എന്താണ് അറിയാത്തത് അല്ലെ? ഭഗവാന്റെ കണ്ണുകൾ തിളങ്ങി. ഭഗവാന്റെ ഉള്ളിൽ നിന്ന് ഒരാനന്ദം അറിയാതെ ഇങ്ങനെ ഒഴുകിയാണ്. സുധാമ എന്നൊരു വിളിയോടുകൂടി ഭഗവാൻ ആ സിംഹാസനം ഉപേക്ഷിച്ച് ഇങ്ങനെ ഓടുകയാണ്. സ്വയം മറന്നിട്ട് ഇങ്ങനെ ഓടുകയാണ്. ഭഗവാൻ നഗ്നപാതനായിട്ടാണ് ഈ ഓടുന്നത്. പാദകം ധരിച്ചിട്ടില്ല. മേൽവസ്ത്രം അഴിഞ്ഞു പോകുന്നത് പോലും അറിയുന്നില്ല. അന്തപുരത്തിലുള്ളവർക്ക് അതൊരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. രുക്മിണി ദേവിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായതേയില്ല. ഭഗവാൻ ഓടുകയാണ്, ഓടി പുറത്തേക്ക് വരികയാണ്. ഈ സമയം ദ്വാരകയിലെ കവാടത്തിന് മുന്നിൽ ഭീതിയോടെയും ലജ്ജയോടെയും നിൽക്കുകയാണ് സുധാമൻ. ദ്വാരകയിലെ ഐശ്വര്യത്തിനിടയിൽ നിൽക്കുന്ന ആ സുധാമൻ തൻ്റെ ദാരിദ്ര്യവും ജീർണ വസ്ത്രവും ഓർത്ത് ലജ്ജയോടെ തലകുനിച്ചിങ്ങനെ നിൽക്കുകയാണ്. ലോകനാഥനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓടി വന്ന് ആ പൊടി പിടിച്ച കാലുകളിൽ ഇങ്ങനെ പിടിക്കുകയാണ്. ആ ലോകനാഥൻ തന്റെ ഭക്തന്റെ കാൽ തൊട്ട് വന്ദിക്കുകയാണ്. എന്നിട്ടോ തന്റെ ശരീരത്തോട് ചേർത്തിങ്ങനെ പിടിച്ചു. ഭഗവാൻ സുധാമനെ അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ സുധാമൻ ആകെ പരിഭ്രമിച്ചു. പിന്നീട് അതൊരാനന്ദത്തിലേക്ക് മാറുകയാണ്. അവന്റെ ലജ്ജയും പരിഭ്രമവും ഒക്കെ മാറി, ആ ഭയവും അങ്ങോട്ട് മാറി. ആ ഒരു ബാലൻ, അതായത് ആ ഭഗവാന്റെ ആ സ്നേഹത്തിൽ ആ നിറഞ്ഞു നിൽക്കുന്ന ആ പഴയ സുഹൃത്ത് എന്ന ആ ഒരു ഭാവത്തിലേക്ക് മാറുകയാണ് നമ്മുടെ സുധാമൻ. അങ്ങനെ ഭഗവാൻ സുധാമനെ തന്റെ അന്തപുരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, തന്റെ സ്വകാര്യ മുറിയിലേക്ക്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭഗവാൻ തന്റെ സുഹൃത്തിനെ രാജസഭയിലേക്കല്ല കൊണ്ടുപോയത്. എന്തുകൊണ്ടാണത്? രാജസഭ എന്ന് പറയുമ്പോൾ അത് ഔപചാരികതയാണ്. അന്തപുരം ഭഗവാന്റെ സ്വകാര്യമുറി, അത് ആത്മബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകത്തോട് പറയുകയാണ്, ഇവൻ എന്റെ ഭക്തൻ മാത്രമല്ല, എന്റെ സുഹൃത്തു കൂടിയാണ്. കൂടാതെ സ്വന്തം ആസനത്തിൽ ഇരുത്തിയത് സമത്വ തത്വത്തെ പഠിപ്പിക്കുകയാണ്. നമ്മളെ സമത്വ തത്വത്തെ ഭഗവാൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ കൃഷ്ണൻ രാജാവാണ്, സുധാമനോ ദരിദ്ര ബ്രാഹ്മണനും. എന്നിട്ടും ഭഗവാൻ താഴെ ഇരുന്നിട്ട് സുധാമനെ തന്റെ ആസനത്തിൽ ഇരുത്തി അവിടെ സേവ ചെയ്യുന്നത് ആരാണ്? ലക്ഷ്മി ദേവിയുടെ അംശമായ പ്രിയ ഭഗവാന്റെ ധർമ്മപത്നിയായ രുക്മിണി ദേവിയാണ് ഇവിടെ സേവ ചെയ്യുന്നത്. അത് ഭക്ത ഗൗരവ തത്വത്തെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ലക്ഷ്മി ദേവി സുധാമന്റെ കാലുകൾ കഴുകി ആരാധിച്ചു. ഹരികഥയിൽ ഭഗവാൻ സുധാമനെ സിംഹാസനത്തിലിരുത്തി ആരാധിച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സിംഹാസനത്തിലിരുത്തി എന്ന പരമാർത്ഥം ഭൗതിക സിംഹാസനമല്ല, ഭഗവാന്റെ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ. ഭഗവാൻ തന്റെ ഭക്തരെ തന്റെ ഹൃദയമാകുന്ന സിംഹാസനത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ആ തത്വാർത്ഥമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനിടയിൽ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, സഖേ, എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? എനിക്ക് എന്താണ് അങ്ങയുടെ പ്രിയപത്നി, എന്റെ സഹോദരി എനിക്ക് കൊടുത്തുവിട്ടത്? സുധാമൻ തന്റെ കയ്യിലെ ആ മുഷിഞ്ഞ തുണിക്കെട്ടിലെ അവിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കൃഷ്ണൻ അത് കണ്ടുപിടിക്കുകയാണ്. സുധാമൻ വീണ്ടും ലജ്ജ കൊണ്ട് ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഭഗവാൻ അത് തട്ടിപ്പറിച്ചിലെടുത്തു. എന്നിട്ടോ ആർത്തിയോടെ അതിൽ നിന്നും ഒരു പിടി ഭാരി കഴിക്കുകയാണ്. അപ്പോൾ സുധാമൻ കൊണ്ടുവന്ന ആ അവില് ഭഗവാൻ ഇങ്ങനെ ആർത്തിയോടെ കഴിക്കുകയാണ്. ഇങ്ങനെ കഴിച്ചപ്പോഴേക്കും വൈകുണ്ഠം വിറയ്ക്കാൻ തുടങ്ങി. ലക്ഷ്മി ദേവി ഞെട്ടുകയാണ്. കൃഷ്ണൻ രണ്ടാമതും കഴിച്ചു. അവസാനത്തെ പിടിയെടുത്തപ്പോൾ ലക്ഷ്മി ദേവി ഭഗവാനെ തടഞ്ഞു. ലക്ഷ്മി ദേവി ഭഗവാന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു,
മതി, ഇനി കഴിക്കരുത്. കൃഷ്ണൻ പുഞ്ചിരിച്ചു. സുധാമന് ഒന്നും മനസ്സിലായില്ല. കൃഷ്ണൻ അവനെ സ്നേഹത്തോടെ നോക്കി. എന്തുകൊണ്ടാണ് ലക്ഷ്മി ദേവി തടഞ്ഞതെന്ന് ഇതിന്റെ തത്വം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. ഇവിടെ അവിൽ എന്നത് വെറും ഒരു ഭക്ഷണമല്ല, സുധാമന്റെ ജീവിത സമർപ്പണത്തിന്റെ സാരമാണ്. ദാരിദ്ര്യം, സഹനം, അഹങ്കാരരഹിതമായ ഭക്തി, ചോദിക്കാത്ത വിശ്വാസം എല്ലാം ചേർന്ന സാരരൂപം. ഭഗവാൻ അവിൽ കഴിച്ചതിന്റെ തത്വം ഭക്തിന്റെ ജീവിതം ഞാൻ സ്വീകരിക്കുന്നു എന്ന ദൈവപ്രഖ്യാപനമാണ്. ഇവിടെ ഭഗവാൻ വാക്കുകൾ കൊണ്ട് അനുഗ്രഹിക്കുന്നില്ല. അതിനർത്ഥം ഭക്തിയുടെ സാരത്തെ സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നു എന്നാണ്. ഇനി ഓരോ പിടി അവലും സൂചിപ്പിക്കുന്നത്. ആദ്യ പിടി അവല് സുധാമന്റെ ഭൂതകാല ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നു. രണ്ടാമത്തെ പിടി ഭാവിയിലെ ദാരിദ്ര്യ സാധ്യത ഇല്ലാണ്ടാക്കുന്നു. എന്തുകൊണ്ടാണ് ലക്ഷ്മി ദേവി തടഞ്ഞത്? ലക്ഷ്മി ദേവി ഐശ്വര്യത്തിന്റെ ദേവതയാണ് അല്ലെ? ദേഷ്യമോ അസിയോ കൊണ്ടല്ല തടഞ്ഞത്, ധേയ കൊണ്ടാണ്. ലക്ഷ്മി ദേവിയുടെ ചിന്ത ഇങ്ങനെയാണ്: എന്റെ ഭക്തൻ ഐശ്വര്യത്തിൽ മുങ്ങി ഭക്തി മറക്കരുത്. കാരണം ഒരു പിടി അവിൽ ലക്ഷക്കണക്കിന് ജന്മങ്ങളുടെ പുല്യം, അനന്ത ഐശ്വര്യമാണ് ലഭിച്ചിരിക്കുന്നത്. അവസാനത്തെ പിടി കഴിച്ചാൽ സുധാമൻ ലോകത്തിന്റെ മുഴുവൻ ഐശ്വര്യവും നേടും. അപ്പോൾ ഭക്തന് ആവശ്യമുള്ളതിനധികം നൽകുന്നു എന്നാണ് അർത്ഥം. അത് ദൈവധർമ്മമല്ല. ഇനി എന്തുകൊണ്ടാണ് ലക്ഷ്മി ദേവി തടഞ്ഞപ്പോൾ ഭഗവാൻ അവസാനത്തെ പിടി അവിൽ കഴിക്കാതിരുന്നതെന്ന് നോക്കാം. ഭക്തന്റെ ആവശ്യമാണ് ഭഗവാന്റെ പരിധി. സുധാമന് വേണ്ടത് അന്നം, വസ്ത്രം, ഗൃഹം, സുഖജീവിതമാണ്. അല്ലാതെ രാജ്യം, അധികാരം, ലോകാധിപത്യം അല്ല. അതുകൊണ്ടാണ് അവസാനത്തെ പിടി കഴിക്കാതിരുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമുണ്ട്. യഥാർത്ഥ ഭക്തൻ ഭഗവാനോട് ഒന്നും ചോദിക്കേണ്ട. ഇവിടെ സുധാമൻ ഒന്നും ഭഗവാനോട് ആവശ്യപ്പെട്ടില്ല. താൻ വന്ന കാര്യം പോലും മറന്ന് ആ ഭഗവാനെ കണ്ടപ്പോൾ എല്ലാം മറന്നിരുന്നു. അതാണ് ശുദ്ധ ഭക്തിയുടെ ലക്ഷണം. പക്ഷേ ആ ഭക്തന്റെ ആഗ്രഹം അതിനപ്പുറവും ഭഗവാൻ നൽകി അനുഗ്രഹിക്കുകയാണ്. അന്തിമ സിദ്ധാന്തം ഇങ്ങനെയാണ്: ദ്വാരകയിൽ കൃഷ്ണൻ അവിൽ കഴിച്ച നിമിഷം ഭക്തിയും ഐശ്വര്യവും തമ്മിലുള്ള അതിർത്തി വരയ്ക്കപ്പെട്ടു. ലക്ഷ്മി ദേവി തടഞ്ഞത് ഭക്തിനെ രക്ഷിക്കാനാണ്. ഭഗവാൻ നിർത്തിയത് ഭക്തിയുടെ ശുദ്ധി നിലനിർത്താനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് സുധാമന് ഐശ്വര്യം ലഭിച്ചെങ്കിലും ഭക്തി നഷ്ടമാകാതിരുന്നത്. ഇതിൽ നിന്നും നമ്മൾ എടുക്കേണ്ട പാഠം: ഭഗവാൻ തന്റെ ഭക്തരിൽ നിന്നും അർപ്പണം നോക്കുന്നു. അതിന്റെ മൂല്യമല്ല, ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. ലളിതമായി പറഞ്ഞാൽ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി നൽകുന്നത് ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഭക്തനത് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് എന്താണ് ആവശ്യമെന്ന് ആ ഭഗവാൻ മനസ്സിലാക്കി നമ്മൾക്ക് നൽകും. അത് സമയമാകുമ്പോൾ ഭഗവാൻ തരിക തന്നെ ചെയ്യും. ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി മാത്രം ഒരിക്കലും ഭഗവാനെ പ്രാർത്ഥിക്കരുത്. എന്ന് വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാനോട് പറയാതിരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായും പറയണം. ഭഗവാനോടല്ലാതെ പിന്നെ ആരോടാണ് നമ്മൾ പറയേണ്ടത്? പക്ഷേ അത് മാത്രമാകരുത്. ഒരു പക്ഷേ ഭഗവാൻ അത് നടത്തി തന്നില്ലെങ്കിൽ ഭഗവാനെ തള്ളി പറയാതിരിക്കുക. എന്ന്, എപ്പോൾ, എന്ത് തരണമെന്നത് അത് ഭഗവാന്റെ നിശ്ചയമാണ്. ഭഗവാനല്ലേ അറിയൂ. നമ്മൾ വിശ്വാസത്തോടും സ്നേഹത്തോടെ എല്ലാം ഭഗവാൻ സമർപ്പിച്ചു ഒന്നിലും അറ്റാച്ച്ഡ് ആകാതെ നമ്മുടെ കർമ്മങ്ങൾ ഹൃദയശുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുക. തീർച്ചയായും ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇതാണ് സുധാമന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ആ ഭഗവാന്റെ, ആ പൊന്നുണ്ണിക്കണ്ണന്റെ, ആ പൊന്നു ഗുരുവായൂരപ്പന്റെയും ആ രാധാദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.